ഇന്ത്യക്കാർക്ക് സൗദിയിലേക്ക് വിസകൾക്കുണ്ടായിരുന്ന നിയന്ത്രണം നീങ്ങിയതായി സൂചന. പുതുതായി മൾട്ടിപ്പിൾ എൻട്രി വിസകൾ വീണ്ടും മോഫ വെബ്സൈറ്റിൽ ലഭ്യമായി തുടങ്ങി. എന്നാൽ പുതിയ വിസകളിലെത്തുന്നവർ പലരും ഹജ്ജിന് മുന്നോടിയായി ഏപ്രിൽ 13-നകം മടങ്ങേണ്ടി വരും. ഇന്ന് ലഭിച്ച പല വിസകളിലും തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സന്ദർശക വിസകളിലെത്തുന്നവർക്ക് ഏപ്രിൽ 29 മുതൽ മക്കയിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് മുതൽ ഇഷ്യൂ ചെയ്ത പല വിസകളിലും സൗദിയിൽ നിന്ന് മടങ്ങേണ്ട തീയതി ചേർത്തിട്ടുണ്ട്. സാധാരണ വിസ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ സൗദിയിൽ തങ്ങാവുന്ന ദിനങ്ങളാണ് ചേർക്കാറുള്ളത്. 30, 90 ദിവസങ്ങൾ എന്നിങ്ങനെയാണ് അത്. എന്നാൽ ഇന്ന് സ്റ്റാമ്പ് ചെയ്ത വിസകളിൽ സൗദിയിൽ തങ്ങാവുന്ന ദിവസങ്ങളുടെ ഭാഗത്ത് മടങ്ങേണ്ട തീയതിയാണ്. 2025 ഏപ്രിൽ 13-നകം മടങ്ങണമെന്നാണ് വിസകളിലുള്ളത്. ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ എന്ന ഭാഗത്ത് ഇങ്ങനെ തീയതിയുള്ളവർ ആ ദിവസത്തിന് മുമ്പ് തന്നെ മടങ്ങേണ്ടി വരും. ഈ ഭാഗത്ത് ദിവസങ്ങൾ ചേർത്ത് ലഭിച്ചവർക്കാകട്ടെ കാലാവധി തീരും വരെ സൗദിയിൽ തങ്ങാനും സാധ്യമെങ്കിൽ പുതുക്കാനും കഴിയും. വെക്കേഷൻ കണക്കാക്കി അവസാന നിമിഷം വിസ എടുത്തവരും നിലവിൽ കുടുംബത്തിനായി ടിക്കറ്റ് എടുത്തവരും ഇതോടെ വെട്ടിലായി. ഇതിനിടെ നേരത്തെ വിദേശകാര്യ മന്ത്രാലയം അഥവാ മോഫയുടെ വെബ്സൈറ്റിൽ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾക്ക് 1 വർഷം വരെ തങ്ങാവുന്ന മൾട്ടിപ്പിൾ എൻട്രി വിസകൾ ലഭ്യമായിരുന്നില്ല. അത് വീണ്ടും ലഭ്യമായിട്ടുണ്ട്. ഇത് താൽക്കാലികമാണോ എന്നതിലും വ്യക്തതയില്ല. ഇനി ഈ വിസകൾ ലഭിച്ചാലും ഹജ്ജിന് മുന്നോടിയായി ഏപ്രിൽ 13-നകം മടങ്ങണമെന്ന് വിസയിൽ രേഖപ്പെടുത്തിയാൽ അത് തിരിച്ചടിയാകും. ഇത് വിസ സ്റ്റാമ്പ് ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇതിനിടെ ഇന്ന് പലർക്കും വിസകൾ 3 മാസം കാലാവധിയോടെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ പലർക്കും പല രൂപത്തിലാണ് വിസകൾ സ്റ്റാമ്പ് ചെയ്ത് ലഭിക്കുന്നത്. തിരക്കും അനധികൃത ഹജ്ജും തടയാൻ എല്ലാ വർഷവും മക്കയിലേക്ക് സന്ദർശക വിസക്കാർക്കും പെർമിറ്റ് ഇല്ലാത്തവർക്കും വിലക്കേർപ്പെടുത്താറുണ്ട്. ഈ വർഷം അത് സൗദി അറേബ്യ നേരത്തെ നടപ്പാക്കും. ഇന്ന് ഇഷ്യൂ ചെയ്ത വിസിറ്റ് വിസകളുടെ താഴ്ഭാഗത്ത് മക്കയിലേക്ക് പ്രവേശന വിലക്കുള്ള ദിവസങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 29 മുതൽ ജനുവരി 13 വരെ മക്കയിലേക്ക് പ്രവേശിക്കാനോ തങ്ങാനോ സന്ദർശക വിസക്കാർക്ക് അനുമതിയുണ്ടാകില്ല. പിടിക്കപ്പെട്ടാൽ ജയിലിലടച്ച് നാടുകടത്തിലാണ് ശിക്ഷ. ഹജ്ജിന് ശേഷം വിസകൾ പഴയ സ്വഭാവത്തിൽ തന്നെ പൂർണ്ണമായും ലഭിക്കുമെന്നാണ് വിവരം. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്.